ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളാണ്, എന്നാൽ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായി ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഗീ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പച്ചയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ കുറച്ചധികം പഞ്ചസാരയൊക്കെ ചേർക്കേണ്ടത് കേട്ടോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴമായതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് അധികം പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കളറൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാനുള്ള പാകത്തിനൊന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പച്ച പഴമാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയമൊക്കെ വഴറ്റിയെടുക്കേണ്ടി വരും, കാരണം അത് വെന്ത് കിട്ടാനും കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പാകത്തിനായതിനു ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂണോളം ഗീയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് റവയാണ്. ഒരു 1/4 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് റവയുടെ ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അതെല്ലാം പോയി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് റവയൊക്കെ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് ഈ ഒരു പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നല്ല വറന്നിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്താട്ടോ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മധുരം തന്നെ ഉണ്ടാവും കേട്ടോ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കളറിന് വേണ്ടി മാത്രമായിട്ട് ഒരു പിഞ്ചോളം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ചേർക്കാൻ മറന്നത് കൊണ്ട് തന്നെ പിന്നീടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മളെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനാണ്. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമ്മളെ പഴം ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. ഈ ഒരു സമയത്തിന് നമ്മളിതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ റവയൊക്കെ ഇതുപോലെ ഇങ്ങനെ കുറുക്കി നന്നായിട്ട് ഇതിങ്ങനെ പാനിൽ വിട്ട് വരുന്ന ആ ഒരു പാകത്തിനായിട്ട് കിട്ടുമോ. അപ്പോൾ നല്ല പഴുത്ത പഴമായത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് പഴുത്ത പഴമാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഒന്നുകൂടി നല്ലത് കേട്ടോ പച്ചപ്പഴത്തിനേക്കാളെയും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിന് നമ്മൾ പാനിനൊക്കെ വിട്ട് വരുന്ന പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ചൂടാറാൻ വേണ്ടി കാത്തിക്കരുത്. ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി എടുത്തിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു സംഭവം കൂടി ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനുള്ള ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൂട്ടൊക്കെ റെഡിയാക്കി ഇടുമ്പോൾ പഴംപൊരിയുടെ കൂട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ 1 ടീസ്പൂണോളം അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, രണ്ടായാലും 1 ടീസ്പൂൺ മതിയാവട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പഴത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കട്ടയൊന്നുമില്ലാത്ത രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നോർമൽ വാട്ടറാട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ ഇപ്പം നമ്മളിതാ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ പഴംപൊരിയുടെ ആ ഒരു പാകത്തിന് കേട്ടോ നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത് ഈ ഒരു കൂട്ട്. അപ്പോൾ ഇത് സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പഞ്ചസാരയൊക്കെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ റവയും പായൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് തൊട്ട് നോക്കാം. നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കാൻ മറന്നതുകൊണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഉപ്പ് എന്തായാലും ചേർക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മളെ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് ഉപ്പിൻ്റെ ആ ഒരു കുറവ് കാരണം ഇതിന് ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരല്പം നെയ്യാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് മാവെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മളെ സുഗീനി ബോണ്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു ഭാഗത്തിന് ആ ഒരു വലുപ്പത്തിനാട്ടോ നമ്മൾ ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സിലേക്ക് മുക്കി കൊടുക്കാം. സാധാരണ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ കേട്ടോ. മുക്കിയെടുത്തിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക, പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് വരും കേട്ടോ. അങ്ങനെയാകുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുള്ള ആ ഒരു എണ്ണയിലേക്കാട്ടോ നമ്മൾ ഈ ഒരു ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സൈഡൊന്ന് കളറൊന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളറൊന്ന് മാറുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് കുക്ക് ചെയ്തിട്ട് കിട്ടേണ്ട ആവശ്യമില്ല. ആ ഒരു പുറം ഭാഗത്തുള്ള മാവ് മാത്രം ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. നമ്മൾ അത് അധികം കട്ടിയില്ലാതെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല അതൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കളറൊന്ന് മാറി വരുമ്പം തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൽ അരിപ്പൊടിയും കോൺഫ്ലോറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ടോ കിട്ടാൻ. പുറന്തോടൊക്കെ നല്ല ക്രിസ്പായിരിക്കും. അധികം തടിയില്ലാതെ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മളിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പായിട്ടുള്ള അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ നെയ്യൊന്നും മാത്രം മതിയാവും, നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.